ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂസാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ടു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ലുലു മാളിൽ വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇന്നത് എൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ലുലു മാളിൽ വന്നിട്ടാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടുത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതെനിക്ക് നമ്മുടെ ഈ ഷാമ്പ് പോലത്തെ ഫ്ലവറിനെ പോലെ തോന്നി. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ കാലിക്കറ്റുള്ള ലുലു മാളാട്ടോ. കാലിക്കറ്റ് നമ്മുടെ ലുലു മാൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ട് ലുലു മാളിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് നമ്മൾ ലുലു മാളിൽ എൻ്റെ ബാക്ക് ടു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ബാഗും ബുക്കും നോട്ട്സും എല്ലാം നമ്മൾ ഇവിടുന്ന് വാങ്ങാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് അടിക്കരുത് കേട്ടോ. ഷോപ്പിംഗ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നത് പൊതുവെ എല്ലാ ഗേൾസിനും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തും ആയിക്കോട്ടെ ഞാനുണ്ട് ഷോപ്പിംഗ് എന്ന ഞാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് കയറി ചെന്നപ്പോൾ തന്നെ ഒരു ആൾക്കൂട്ടം കുറേ പേരുണ്ടായിരുന്നു. നോക്കുമ്പോൾ ബാഗ് കുറേ ബാഗ് ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലൂ ബാഗാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നീല കളറുള്ള ബാഗിന് 799 വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. നല്ല വലിയൊരു ബാഗ് തന്നെയാണ്. എനിക്ക് വലിയ ബാഗ് വേണം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. ഞാൻ കുറേ സംഭവങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് വലിയ ബാഗ് വേണം. അപ്പോൾ അതാണ് ഈ ഇരുന്ന് തപ്പുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി അവസാനം എനിക്ക് ഈ ഒരു ബ്ലാക്ക് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ രണ്ടിനും ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടു. ഈ ബ്ലാക്ക് ബാഗും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ബാഗും ഞങ്ങൾ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ഫസ്റ്റ് ഞാൻ കയറി ചെന്നത് നമ്മുടെ ഈ ബില്ലടിക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അതല്ല എൻട്രി എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ നേരെ ശരിയായ വഴിയിലൂടെ പോയി. അങ്ങനെ നമുക്ക് നോട്ടൊക്കെ വാങ്ങാണ്ടായിരുന്നു. നോട്ട്സൊക്കെ നോക്കി. ശരിക്കും നമ്മൾ 8ാം ക്ലാസ്സിലോട്ടാണല്ലോ. അപ്പോൾ 8ാം ക്ലാസ്സിലോട്ട് അതിൻ്റേതായ ബുക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിപ്പോൾ നിങ്ങൾക്കും അറിയാം, എന്ന് എനിക്കും അറിയാം. പക്ഷേ അതല്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ കയറി ചെന്നിട്ടുള്ളത് എത്ര നോട്ട്സ് വേണം, അത് ലെയിനുള്ളതാണോ ലെയിൻ ഇല്ലാത്തതാണോ ഒന്നും അറിയാതെയാണ്. നോട്ട് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ നോട്ടെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു അറിവുമില്ല. അവസാനം ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് അവിടെ കുറച്ച് മാറ്റി വെച്ചിട്ട് നേരെ ഞങ്ങൾ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ കുറേ ബാഗ്, അത് നല്ല ക്യൂട്ടായിട്ട് ഭംഗിയുള്ളൊരു ബാഗ് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ മനസ്സിലൊരു ബാഗ് ഉണ്ടാവില്ല, അതുപോലെ മനസ്സിൽ നിന്ന് എടുത്ത് വെച്ചൊരു ബാഗ് പോലെ എനിക്ക് തോന്നി. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കുറേ ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഓറഞ്ച് കളറിലെ ബാഗ് ഞങ്ങൾ ബില്ല് നോക്കി. ബില്ല് വന്നിട്ട് ഒരു 1800 എത്രയോ ആണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. എങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉമ്മ പറഞ്ഞു വേറെ ബാഗൊക്കെ നോക്കാം. അത് മാത്രമല്ല കുറേ ബാഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇതേ കിടക്കുന്നു അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള പിങ്ക്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഗ്രേയും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കൺഫ്യൂഷനായി ഏത് ബാഗ് എടുക്കണമെന്ന്. അങ്ങനെ നോക്കി അവസാനം ഈ ഗ്രീൻ ബാഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കൺഫ്യൂസ്ഡായി. ഞാൻ ഈ മൂന്നെണ്ണത്തിൽ ഏതെടുക്കുമെന്ന് കുറേ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചതിൽ ഒരു അറ്റമുണ്ടായി ദാസ എന്ന് പറയുന്നത് പോലെ എനിക്കൊരു ബാഗ്, ഞങ്ങൾ 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു ബാഗ് സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷേ റേറ്റ് നോക്കിയപ്പോൾ ഒന്ന് ധരിച്ചു പോയി. വേറൊന്നുമല്ല, റേറ്റ് ഞങ്ങൾ ഇപ്പോഴാണ് നോക്കുന്നത്. 3 1500 മുകളിലാണ് ഇവിടുത്തെ ബാഗൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ടുള്ള ബാഗൊക്കെ അത്ര റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ 2000-ൻ്റെയും 3000-ൻ്റെയൊക്കെ MRP വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓഫറിൽ അവർ കൊടുക്കുന്നത് അത്ര 1500 എത്രയോ 400 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറ്റുന്നില്ല ഞങ്ങൾക്ക്. അതായത് ഉമ്മാക്ക് പറ്റുന്നത് എനിക്കും പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നത് ഉമ്മാക്കും പറ്റുന്നില്ല. അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ റെഡ് ബാഗ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് നോക്കാൻ വന്ന് ചേച്ചി ഒരു അവസരം പോയിട്ടോ, നിങ്ങൾ അത് തീരുമാനിച്ചിട്ട് പറയാനും. പിന്നെ ഈ ഒരു ഗ്രേയും ഗ്രീനും കൺഫ്യൂസ്ഡായി. ഇത് നോക്കും അങ്ങനെ ഒരു വോട്ടെടുപ്പ് പോലെയായിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഒരു ബാഗൊക്കെ മാറ്റി വെച്ചിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡാർക്ക് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ടോ, അതായത് പെട്ടെന്ന് ചളിയാവുന്ന ബാഗ് രണ്ടും. അപ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് കുറേ നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ് ഏതും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി ഏതൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഗ്രീൻ എടുക്കാം എന്നുള്ളൊരു ആലോചനയിലായി. അതൊക്കെ ഞാൻ പറയില്ല, ഏത് ബാഗ് എടുക്കാൻ ഞാനിപ്പോൾ പറയില്ല കേട്ടോ. ഈ ഒരു ഗ്രേയിലോ അതോ ഈ ഗ്രീനോ അതിലൊന്ന് ഞാൻ എടുക്കും. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.
ഏത് ബാഗ് എടുത്തതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു റേറ്റിൽ നമ്മുടെ ബാഗൊക്കെ വ്യക്തമാണ് ചോദിച്ചാൽ നല്ല വ്യക്തമാണ്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള ബാഗിനെയാണ്, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ലുലു മാൾ വന്ന നിങ്ങളുടെ ധാരണയിലുള്ള ഒരു ബാഗും ഒക്കെ കിട്ടും, അതെൻ്റെ ഉറപ്പാണ്. ഞങ്ങൾ കുറേ നോക്കി, പിന്നെ അവസാനം ഞങ്ങൾ ഈ ഒരു ഗ്രേയോ ഗ്രീനോ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഏതാണ് താഴെ കമൻറ്റ് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പറയാം ഏത് ബാഗ് എടുത്തതെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ശരിക്കും ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടില്ല. എന്തായാലും ബാസ്ക്കറ്റിലോട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ ബാഗ് ഇട്ടിട്ടുള്ളത്. ഇനി മാറോ അറിയില്ല, കാരണം ഞാനൊരു ഉമ്മയല്ലേ, മാറാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാലും ഈ ഒരു ഗ്രീൻ ബാഗ് ഞാൻ ബാസ്ക്കറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബില്ലടിക്കാൻ സമയത്ത് വേറെ ബാഗ് എടുക്കുമെന്ന് അറിയില്ല, കാരണം ഞാനല്ല, എൻ്റെ മനസ്സ് എപ്പോഴും ഒന്നിൻ്റെ പോലെ ചാഞ്ചാട്ടം ചാടാന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സെലക്ഷനിൽ നിന്ന് ഞാൻ നേരെ പോയി നമ്മുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ആ ഒരു സെക്ഷനിലോട്ടാണ്. അവിടെ നമ്മൾ ലഞ്ച് ബോക്സ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ശരിക്കും എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ലഞ്ച് ബോക്സ് ആവണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ കഴിഞ്ഞിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഫുൾ സ്റ്റീൽ വരുന്ന ഒരു ലഞ്ച് ബോക്സാണ്. ഞാൻ എന്നും അങ്ങനെ വാങ്ങാറ്, എന്നും നല്ല സാധാരണ ഞങ്ങൾ അങ്ങനെ വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ബാഗിനോട് ചേർച്ച് മാച്ചായി വരുന്ന ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സ്റ്റേഷനറി ഐറ്റംസും ഒക്കെ അങ്ങനെ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലഞ്ച് ബോക്സൊക്കെ നമ്മുടെ ബാഗിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തപ്പുന്നിടയിൽ എനിക്ക് ഈ ഒരു ലഞ്ച് ബോക്സ് മെച്ച് എടുത്ത് തന്നു. ഇതൊരു ചെറിയൊരു ഗ്രീൻ കളർ, ഇത് കുറച്ച് ഡാർക്ക് കളറുള്ളൊരു ലഞ്ച് ബോക്സാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എങ്കിലും ഇതിൻ്റെ മുകളിൽ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു ചെറിയൊരു പ്രിൻ്റ് വരുന്നുണ്ട്. അതെനിക്ക് എന്തോ മനസ്സിനങ്ങോട്ട് അത്രയ്ക്ക് പിടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ നോക്കി. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ റേറ്റ് വരുന്നത് 900 റുപ്പീസാണ്. അതേ 900 എത്രയോ വരും ഏകദേശം. അപ്പോൾ അതുകൊണ്ട് ആ ലഞ്ച് ബോക്സ് അങ്ങനെ തന്നെ കൊണ്ട് വെച്ചിട്ട് തുറന്ന് നോക്കാതെ തന്നെ അങ്ങനെ കൊണ്ട് വെച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു പിങ്ക് ലഞ്ച് ബോക്സ് നോക്കി. അങ്ങനെ ഇഷ്ടമായി, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ റേറ്റും നന്നായിട്ട് ആ ഒരു ഏകദേശം അവിടേക്ക് എത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ നോക്കി. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് നോക്കിയിട്ടു. ഇങ്ങനത്തെ ടൈപ്പ് ഉമ്മ പറഞ്ഞു ഇങ്ങനത്തെ ടൈപ്പ് വേണ്ട, അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും കഴിക്കാൻ നേരത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചീൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആ ഒരു ലഞ്ച് ബോക്സ് അങ്ങനെ വെച്ചു. ഞാൻ എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക, ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചു. ഇങ്ങനത്തെ ടൈപ്പ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ നമ്മൾ. പിന്നെ കുറേ ടൈപ്പ് ഓഫ് ലഞ്ച് ബോക്സ് നോക്കി, ഒന്നും നമുക്ക് സെറ്റായി കിട്ടുന്നില്ല. അവസാനം തിരഞ്ഞ് ഞാനും ഉമ്മച്ചി മടുത്തു. പിന്നെ നമ്മൾ നേരെ ചെന്നത് വാട്ടർ ബോട്ടിൽ സെലക്ഷനിലോട്ടാണ്. അവിടെ കുറേ വാട്ടർ ബോട്ടിൽ നോക്കി, 2 വേണമായിരുന്നു. ഒന്ന് എനിക്കും ഒന്ന് ഉപ്പപ്പാക്കും. അങ്ങനെ അവസരം തിരഞ്ഞ് ഉപ്പപ്പാക്കൊരു ബോട്ടിൽ സെറ്റായിട്ടുണ്ട്. ഞാൻ ഉപ്പപ്പാക്ക് ഏതെടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉപ്പപ്പാക്ക് എടുത്തത് ഈ കാണുന്ന ബ്ലൂ ബോട്ടിലില്ലേ, ഇതാണ് ഉപ്പപ്പാക്ക് എടുത്തത്. ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടാണ് ഉപ്പപ്പാക്ക് എടുത്തത്. ഉപ്പപ്പാക്ക് എടുത്ത ബോട്ടിലാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ പിറ്റത്തെ കൊല്ലം ഞാൻ 2 കൊല്ലം ആ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും ഈ കൊല്ലം എന്താ യൂസ് ചെയ്യുന്നില്ലേ? ബോട്ടിലിൻ്റെ മൂടി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. മിസ്സായിന്ന് പറഞ്ഞാൽ അത് കിണറ്റിനാണ് ഇപ്പോൾ ഉള്ളത്. കിണറ്റിൽ എങ്ങനെ പോയിന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാണ് അതിൻ്റെ മൂടി. അപ്പോൾ അതാണ് സത്യാവസ്ഥ. അങ്ങനെ എനിക്ക് കുറേ തപ്പി അവസാനം ഞാനൊരു ബോട്ടിൽ നോക്കി വെച്ച്. എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്, വേറൊന്നുമല്ല, ഇപ്പം എല്ലാവരും വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ബോട്ടിലില്ലേ, ലിറ്ററിൻ്റെ കണക്കൊക്കെ വരുന്നത്, റെയിൻബോ ഷെയ്ഡിലൊക്കെ വരുന്നത്, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതാകെ ഒരു ബോട്ടിൽ ഇവിടെ ഉള്ളൂ, അതാണ് ഈ ചെറുതുമാണ്. അതുകൊണ്ട് വേറെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അത് വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഗ്രേ കളറുണ്ടോ, അതോ അല്ലെങ്കിൽ അതാണിപ്പോൾ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്ക് ടു ഷോപ്പിങ്ങിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. ഈ ലുലു മാൾ പറയുന്നത് ഒരു കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ വന്നൊരു ലോകം തന്നെയാണ്. അതായത് സത്യം പറഞ്ഞാൽ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ അല്ലാത്തൊന്നുമില്ല. നമുക്ക് വന്നാൽ തന്നെ നമ്മുടെ വിചാരിച്ച എല്ലാതും ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലുലു മാളിൽ കയറുന്നതെങ്കിലും എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. ഒറ്റ തവണ തന്നെ നമ്മുടെ സാധാരണ കടയിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും തോന്നി. എങ്കിലും നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പിന്നെ നേരെ ഞങ്ങൾ നോട്ട് എടുക്കാൻ വേണ്ടി വന്നു. നോട്ടൊക്കെയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളുള്ള ഏരിയയിലോട്ടാണ്.
അവിടെ ചെന്നൊന്നും വാങ്ങാനായിട്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ഞാനും രമ്യയും ഭയങ്കര ക്ഷീണിച്ച് തളർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കുടിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതാണ്, 2 മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയോട് പറയുന്നുണ്ട്, ഇതുകൊണ്ട് എന്താ വിശപ്പടക്കത്തില്ലമ്മ, എനിക്ക് എന്തെങ്കിലും കഴിച്ചാലേ വിശപ്പടക്കുള്ളൂ, മുകളിൽ ഫുഡ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങൾ 2 മിൽക്ക് ഷേക്ക് വാങ്ങി. മിൽക്ക് ഷേക്കാണ് പറഞ്ഞാൽ ഒരു 2 ചോക്ലേറ്റിൻ്റെ ഷേക്ക്. ഇമ്മച്ചി ഏതോ ഒരു ഇതിൻ്റെ വാങ്ങി, ഞാനും ഏതോ വാങ്ങി, പക്ഷേ 2 ചോക്ലേറ്റ് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരു ടേസ്റ്റായി തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ അത് ബില്ലടിച്ചിട്ട് ഞങ്ങൾ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഇങ്ങനത്തെ ചോക്ലേറ്റിനോട് നല്ല അഡിക്റ്റായ ആളാണ് ഈ ഞാൻ. ഇനി നമ്മൾ പോയത് എവിടെയല്ല, നമ്മുടെ ചോക്ലേറ്റിൻ്റെ സെലക്ഷനിലോട്ടാണ്. അവിടെ കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊന്നും എടുത്തില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ നോക്കി. ഓഫേഴ്സ് പറയുമ്പോൾ സ്നിക്കേഴ്സും ഗാലക്സിയും. അവിടെ ഞങ്ങൾ നേരെ 2 ഡയറി മിൽക്കൊക്കെ എടുത്ത് വാങ്ങിച്ച് ബില്ലടിച്ച് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചെന്ന് ഫുഡ് കൗണ്ടറിലോട്ടാണ്. അവിടെ നമ്മൾ ഒരു പിസ്സയും അതുപോലെ തന്നെ പെപ്സി ഓർഡർ ചെയ്തു. ഉമ്മച്ചിക്ക് ഈ പിസ്സേനോട് വലിയ അഡിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കാണ് പിസ്സ എൻ്റെ ജീവൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പിസ്സ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളുടെ എല്ലാം അൺബോക്സിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലവ് യു ആൾ. ഉമ്മ.